Hi, hello, my dear students. My dear children, we are starting the part 2 class of our chapter, The Glimpses of Free India. Chapter 7, Social Science 1. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സോഷ്യൽ സയൻസ് 1, അതായത് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 7 കഴിഞ്ഞ പാർട്ട് 1 വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ചാനലിൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൻ്റെ പാർട്ട് 2 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ. അതായത് നമ്മുടെ ടൈറ്റിലിൻ്റെ മലയാളം എന്താണ്? ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച, ഫ്രീ ഇന്ത്യയുടെ കാഴ്ച എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടിയ ആ ആ ബിഗിനിങ് ഇയേഴ്സിൽ ഇന്ത്യയിൽ സംഭവിച്ച ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്. ഫ്രീഡം നേടിയപ്പോൾ ഒരു വലിയ പാർട്ടീഷൻ നടന്നു. ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും ഡിവൈഡ് ചെയ്യുകയും നമ്മുടെ രണ്ട് പ്രോവിൻസുകളെ, അതായത് പഞ്ചാബും ബംഗാളും ഡിവൈഡായി. അത് ഈസ്റ്റ് പാകിസ്ഥാനെന്നും വെസ്റ്റ് പാകിസ്ഥാനെന്നും രണ്ട് പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ടു. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ചില പ്രോബ്ലംസ് നമുക്കുണ്ടായി. വിച്ച് ആർ ദ പ്രോബ്ലംസ്? അത് നമ്മൾ വാട്ട് വേർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പാർട്ടീഷൻ. അപ്പോൾ പാർട്ടീഷൻ കൊണ്ടുണ്ടായ പ്രോബ്ലംസ് നമ്മൾ കണ്ടു. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റെഫ്യൂജീസിൻ്റെ ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ ആൻഡ് ഇന്ത്യ ടു പാകിസ്ഥാൻ. Thousands and lakhs of millions of people were become refugees. അപ്പോൾ ഈ റെഫ്യൂജി പ്രോബ്ലമായിരുന്നു പാർട്ടീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റ് ചില പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഗവൺമെൻറ് വലിയ ചില ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു. വാട്ട് വെയർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രീ ഇന്ത്യ ഫ്രീഡം നേടിയപ്പോൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്? 6 ചലഞ്ചസ് നമ്മൾ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ അത് നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടതാണ്, നമ്മളത് പഠിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 ചലഞ്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 4 ചലഞ്ചസ് നമ്മൾ ഇന്ന് പഠിക്കും. അത് കഴിഞ്ഞുള്ള 2 ചലഞ്ചസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ 4 ചലഞ്ചസ് ഒന്ന് പഠിക്കാം. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ് വാസ് ദ ഫസ്റ്റ് ചലഞ്ച് ഫേസ്ഡ് ബൈ ഫ്രീ ഇന്ത്യ. ആ ഒരു ചലഞ്ചിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തെന്ന് നമുക്ക് നോക്കാം. വാട്ട് മെഷേഴ്സ് വെയർ ടേക്കൺ ബൈ ഇന്ത്യ ടു സോൾവ് ദ റെഫ്യൂജി ക്രൈസിസ്? Following the partition, more than 6 million people from Pakistan had become refugees in India. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ പറ്റി നമുക്കിനി പഠിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ടും ആളുകൾ പോയി. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് വന്ന റെഫ്യൂജീസിനെ, അവർ ഭൂരിപക്ഷം പേരും ഹിന്ദുസ് ആയിരുന്നു. അപ്പോൾ ആ റെഫ്യൂജീസിനെ നമ്മൾ എങ്ങനെ ആ ഒരു ക്രൈസിസ്, ആ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തു? So, following the partition, more than 6 million people from Pakistan had become refugees in India. The government took steps to rehabilitate these refugees. അപ്പോൾ ഈ റെഫ്യൂജീസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പല സ്റ്റെപ്സും നമ്മുടെ ഗവൺമെൻറ് അന്ന് ചെയ്തു. അത് ഏതൊക്കെയായിരിക്കും? അവർക്ക് താമസിക്കാനുള്ള വീടുകൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഓക്യുപ്പേഷൻ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ അവർക്ക് പല രീതിയിലും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പല സ്റ്റെപ്സ് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ചു. നമുക്കതൊന്നും ഡീറ്റെയിൽഡായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ പുസ്തകത്തിൽ വളരെ ബ്രീഫായിട്ടാണ് കൊടുത്തിരിക്കുക. നിങ്ങൾ ഇത് തന്നെ എഴുതിയാൽ മതി. ദ ഗവൺമെൻറ് took steps ടു റീഹാബിലിറ്റേറ്റ് ദീസ് റെഫ്യൂജീസ്. അത്ര എഴുതിയാൽ മതി. നമ്മളത് അവർക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു 1 by 1 നമ്മൾ എഴുതേണ്ട കാര്യമില്ല. നമ്മുടെ പുസ്തകത്തിൽ, നമ്മുടെ ടെക്സ്റ്റിലും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ബ്രീഫായിട്ട് ഈ ഒരൊറ്റ പോയിൻ്റ് അങ്ങ് എഴുതിയാൽ മതി. ദ ഗവൺമെൻറ് ടുക്ക് സ്റ്റെപ്സ്
ടു റീഹാബിലിറ്റേറ്റ് ദീസ് റെഫ്യൂജീസ്. അപ്പോൾ അവർക്ക് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്തു, അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തു, അവർക്ക് ഓക്യുപ്പേഷൻ പ്രൊവൈഡ് ചെയ്തു, അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ബൈ 1951 എത്ര പെട്ടെന്നാണ് ആ റെഫ്യൂജി ക്രൈസിസ് നമ്മുടെ ഗവൺമെൻറ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കി. വെറും 2 or 3 years മാത്രമാണ് അതിനെടുത്തത്. ബൈ 1951 ദ റെഫ്യൂജി ക്രൈസിസ് ഫ്രം വെസ്റ്റ് പാകിസ്ഥാൻ വാസ് കംപ്ലീറ്റ്ലി റിസോൾവ്ഡ്. അപ്പോൾ വെസ്റ്റ് ഭാഗത്തുള്ള, അതായത് പഞ്ചാബിൻ്റെ വെസ്റ്റ് ഭാഗത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന, പഞ്ചാബിനെ നമുക്കറിയാം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ വെസ്റ്റ് ഭാഗമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന റെഫ്യൂജീസിൻ്റെ പ്രോബ്ലം 1951 കൊണ്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ഈസ്റ്റ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്ന് അധികം റെഫ്യൂജീസ് നമ്മുടെ രാജ്യത്തേക്ക് വന്നില്ല ഈ ബിഗിനിങ്ങിൽ. അതെന്തുകൊണ്ടാണ്? അവരുടെ, അതായത് ബംഗാളിൻ്റെ ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ കാലത്ത് തന്നെ അവരുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള അവർക്കൊരു ഐക്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ കുറച്ചുകൂടി സെക്കുലർ മൈൻഡ് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ഈസ്റ്റേൺ ബംഗാളിൽ നിന്നും അധികം റെഫ്യൂജീസ്, അധികം ഹിന്ദുസ് ഒന്നും ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നില്ല. കാരണം അവർ ഓൾറെഡി അവിടെ സേഫ് ആയിരുന്നു. അതുകൊണ്ട് അവർ അവിടെ തന്നെ നിന്നു. അങ്ങനെ വലിയ റെഫ്യൂജീസിനെ നമുക്ക് അവിടെ വലിയ ക്രൈസിസ് ഉണ്ടായില്ല. എങ്കിലും പിന്നീട് ക്രൈസിസ് ഉണ്ടാവുകയും 1971 വാറോടുകൂടി ആ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമായി മാറുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നേ. അപ്പോൾ 51 തന്നെ നമ്മൾ ഏത് പ്രോബ്ലം ഓൾറെഡി നമ്മൾ സോൾവായി? വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകളുടെ പ്രോബ്ലം സോൾവായി. ഇനി നമുക്കുള്ള പ്രോബ്ലം ഏതാണ്? ഈസ്റ്റ് പാകിസ്ഥാൻ. ഈസ്റ്റ് പാകിസ്ഥാൻ ആണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശായിട്ട് മാറിയത്. നോക്കിക്കേ, ദ റെഫ്യൂജി ക്രൈസിസ് ഫ്രം ഈസ്റ്റ് പാകിസ്ഥാൻ വാസ് ടെമ്പറലി റിസോൾവ് ബൈ ദ ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ് ഇൻ 1971. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ വെസ്റ്റ് പാകിസ്ഥാനുമായിട്ടൊരു വാർ ഉണ്ടാവുകയും അതിൽ ഇന്ത്യ മിലിറ്ററി ബേസിൽ തന്നെ നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുകയും അവരെ അവിടെ ഫ്രീ ആവുകയും ചെയ്തു. അങ്ങനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഫോം ചെയ്തു. അതോടുകൂടി ടെമ്പറലി ആ പ്രോബ്ലവും നമ്മൾ സോൾവ് ആക്കി. ഓക്കെ, അങ്ങനെ റെഫ്യൂജി പ്രോബ്ലം ഓൾറെഡി 1971 കൊണ്ട് ടോട്ടലി ആ ഒരു പ്രോബ്ലം, ആ ഒരു ക്രൈസിസ് സോൾവ് ആക്കി. ഓക്കെ, എങ്കിലും ഇപ്പോഴും ചെറിയ രീതിയിൽ ആ ഒരു ക്രൈസിസ് ഉള്ളത് ഈസ്റ്റ് പാകിസ്ഥാനാണ്, അതായത് ബംഗ്ലാദേശിൽ നിന്നാണ്. ഇപ്പോഴും ഓടുന്ന ആളുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കയറി വരികയും, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ നമ്മളെ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന ബംഗാളികളെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരിൽ കുറേ പേരൊക്കെ ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് റെഫ്യൂജീസ് ആയിട്ട് വരുന്നവരാ. അപ്പം ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആ റെഫ്യൂജി ഫ്ലോ ഇപ്പോഴും ഒരു ചെറിയ രീതിയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മൾ സോൾവ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്രൈസിസിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ സ്റ്റേറ്റുകളെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ത്യൻ യൂണിയനിലേക്ക് അവരെ ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തത്? ആരാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ്, അതിനുവേണ്ടി പ്രയത്നിച്ച ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് അവരുടെ പേര് സഹിതം നമുക്കൊന്ന് പഠിക്കണം. ഹൗ വെയർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ഇന്ത്യൻ യൂണിയൻ. അപ്പോൾ ബ്രിട്ടീഷുകാരെ നമുക്ക് പവർ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇവിടുന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അവശേഷിച്ച കാര്യം എങ്ങനെയാണ്? അവരെ ഇൻട്രീം ഗവൺമെൻറ്റിൻ്റെ, ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കല്ല അവർ പവർ ട്രാൻസ്ഫർ ചെയ്തത്. അവർ വളരെ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. അവരെന്താണ് തീരുമാനമെടുത്തെന്ന് നോക്കിയേ. ആസ് പെർ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഇത് ഏത് പാർലമെൻറ്റാണ് പാസ്സാക്കിയത്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947, the 565 princely states in India had the authority to join either independent India or Pakistan or to remain independent states. നോക്കിക്കേ, അവരെത്ര വലിയ ചതിയ ചെയ്തെന്ന് നോക്കിയേ. ഇതൊരു ചീറ്റിംഗ് ആയിരുന്നു. നോക്കിക്കേ, 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് ഓരോ കിങ്ങുകളും ഭരിക്കുന്ന
നാട്ടുരാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന നാട്ടുരാജ്യങ്ങളായിട്ട് 565 നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ 1947 കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഈ 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും അവരെന്ത് ചെയ്തു? അവരുടെ പവർ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവർക്ക് ഒരു അതോറിറ്റിയും കൂടെ കൊടുത്തു. എന്തായിരുന്നു ആ അതോറിറ്റി? ദ അതോറിറ്റി ടു ജോയിൻ ഐദർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഓർ പാകിസ്ഥാൻ. അവർക്ക് ഈ രാജ്യങ്ങളിൽ ഈ പ്രിൻസ്ലി സ്റ്റേറ്റിൽ ഏതിനും ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം. ഓർ ടു റിമെയിൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്, അല്ലെങ്കിലോ ഒരിടത്തും ചേരാതെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. അപ്പോൾ അവർക്ക് 3 ഓപ്ഷനാണ് കൊടുത്തത് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷ് ഗവൺമെൻറ് എത്ര ചതിയാണെന്ന് നോക്കിയേ. ഈ ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്ക് അവർക്ക് ഐദർ ദേ ക്യാൻ ജോയിൻ ഇന്ത്യ ഓർ ദേ ക്യാൻ ജോയിൻ പാകിസ്ഥാൻ ഓർ ദേ ക്യാൻ റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്. കണ്ടോ, 3 ഓപ്ഷൻ അവർക്ക് കൊടുത്തത്. Integrating these princely states to the Indian Union was a challenging task for the country. അതുകൊണ്ട് ഈ 565 രാജ്യങ്ങളെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകത്തുള്ളൂ. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയോ അവർ പോയി പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഫോം ചെയ്യാൻ പറ്റുകയില്ല. ഇറ്റ്സ് വെരി എ ചലഞ്ചിങ് ടാസ്ക്. അവരെയൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് യോജിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ചലഞ്ചിങ് ടാസ്ക്. അതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു പണിയായിരുന്നു. ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക്. എ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായിരുന്നു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ? പണ്ട് ഹെർക്കുലീസ് അതുവഴി നദിയെ വെട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ, അല്ലേ, ഗ്രീക്ക് കഥകളിലുള്ള പോലെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. ആൻഡ് എ ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു. കാരണം എന്താ? ഈ രാജാക്കന്മാരെ പണം ചോദിച്ചാൽ പണം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അവർ വെറുതെ അവരുടെ രാജ്യം ഇന്ത്യൻ യൂണിയനിലേക്ക് തരണം. അതിനവർ തയ്യാറായില്ല. അവർ പോയി പാകിസ്ഥാനിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ ടെറിട്ടറി ശരിയാകത്തില്ല, നമ്മുടെ സേഫ്റ്റി പോയി. അപ്പോൾ അങ്ങനെ വലിയൊരു ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു അത്. സോ ഇൻ്റഗ്രേറ്റിംഗ് ദീസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ടു ഇന്ത്യൻ യൂണിയൻ വാസ് എ ചലഞ്ചിങ് ടാസ്ക് ഫോർ ദ കൺട്രി. This mission was successfully accomplished by a team led by Sardar Vallabhbhai Patel, the then Home Minister, and VP Menon, the Secretary of the State Department. അന്ന് 2 പേരാണ് ചങ്കൂറ്റത്തോടെ ഈ ഒരു മിഷൻ ഏറ്റെടുത്തത്. എന്താണ് മിഷൻ എന്ന് പറഞ്ഞാൽ? ഈ ഒരു ധീരപ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ഏറ്റെടുത്ത 2 പേരാണ്. അന്നത്തെ ഹോം മിനിസ്റ്റർ എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്? ആഭ്യന്തരമന്ത്രി, അല്ലേ? അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്കറിയാം അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ച നേതാവാണ് വല്ലഭായ് പട്ടേൽ. ഹോം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു വൈസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് പവർഫുള്ളായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ആ ഒരു മിഷൻ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുക. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് വല്ലഭായ് പട്ടേൽ അറിയപ്പെടുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ടാസ്ക്, ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ടാസ്ക് അദ്ദേഹം വളരെ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് പറ്റിയ ഒരു സെക്രട്ടറിയെ കിട്ടി, വി പി മേനോൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. വി പി മേനോൻ, ദ സെക്രട്ടറി ഓഫ് വല്ലഭായ് പട്ടേൽ, വാസ് എ മലയാളി. ഓക്കെ, സോ these two persons, they take the mission and successfully they complete the mission. അപ്പോൾ അവരെ വളരെ സക്സസ്ഫുള്ളി അവരെ 1 by 1 ആയിട്ട് ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റും വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ കിങ്ങിനെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഓരോ രാജാവിൻ്റെയും കൺസെൻറ്റ് പേപ്പറിൽ അവരെ ഒപ്പിടിപ്പിച്ച് കൺസെൻറ്റ് വാങ്ങുകയും ചെയ്തു. അതിനായിട്ട് പണമൊന്നും മുടക്കിയില്ല കേട്ടോ, ഒരു പൈസ പോലും മുടക്കുക. കാരണം ഇന്ത്യയുടെ ട്രഷറി അന്ന് കാലിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ they invited all the princely states to sign the instrument of accession and join the Indian Union. അവരെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ എന്നുള്ള പേരിൽ ഒരു പേപ്പർ തയ്യാറാക്കി അതിൽ സൈൻ ചെയ്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവരെല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റുകളെയും ഇൻവൈറ്റ് ചെയ്യുകയും ഏതായാലും ആ ഒരു കാര്യത്തിൽ അവരെ വളരെ സക്സസ്ഫുള്ളി എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം. നമ്മുടെ വല്ലഭായ് പട്ടേലിനെ നിങ്ങൾക്കിവിടെ കാണാം. സെക്കൻഡ് പിക്ചറാണ്. അതുപോലെ തന്നെ വി പി മേനോൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇവർ 2 പേരുടെയാണ് ആ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്
കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്താണ് നമ്മളിപ്പം പഠിച്ചത്? ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ടു ഇന്ത്യൻ യൂണിയൻ. അപ്പോൾ ഇന്ത്യൻ യൂണിയനിലേക്ക് എല്ലാ പ്രിൻസിലി സ്റ്റേറ്റുകളും അങ്ങനെ ജോയിൻ ചെയ്തു. ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. പക്ഷേ ഇവിടെയും 3 പ്രിൻസിലി സ്റ്റേറ്റുകളെ അല്ലെങ്കിൽ 4 പ്രിൻസിലി സ്റ്റേറ്റുകളെ ജോയിൻ ചെയ്തില്ല. ഓക്കെ. അവരാരാണ് നമുക്കൊന്ന് നോക്കണ്ടേ? എത്രയായിരുന്നു ടോട്ടൽ നമ്പർ? 565. അപ്പോൾ എത്ര പേര് ജോയിൻ ചെയ്തു? 561 ജോയിൻ ചെയ്തുള്ളൂ. 4 പ്രിൻസിലി സ്റ്റേറ്റ്സ് അതിൽ നിന്നും വിട്ടുനിന്നു. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിലി സ്റ്റേറ്റ് ദാറ്റ് റെഫ്യൂസ് ടു ജോയിൻ ഇന്ത്യൻ യൂണിയൻ. ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാതെ മാറി നിന്ന, റെഫ്യൂസ്ഡ് ചെയ്ത പ്രിൻസിലി സ്റ്റേറ്റുകൾ ഏതൊക്കെയായിരുന്നു? ജുനഗഡ്, കശ്മീർ, ട്രാവൻകൂർ ആൻഡ് ഹൈദരാബാദ്. ഇവിടെ ഇതിനു മുമ്പുള്ള ടെക്സ്റ്റുകളിലൊന്നും ട്രാവൻകൂർ അങ്ങനെ വന്നിട്ടില്ല. ട്രാവൻകൂർ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാതെ നിന്നത് നമ്മൾ ഇതുവരെ വന്ന ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ട്രാവൻകൂറിൻ്റെ പേര് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്രാവശ്യത്തെ നമ്മുടെ ന്യൂ ടെക്സ്റ്റിൽ ട്രാവൻകൂറും തന്നിട്ടുണ്ട്. ഓക്കെ. ട്രാവൻകൂർ അത് ഹിസ്റ്റോറിക്കലി അത് കറക്റ്റാണ്. കാരണം ട്രാവൻകൂർ ആ ഫസ്റ്റ് ഫേസിൽ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തില്ല, മാറി നിന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുകയും എന്നാൽ ആ ട്രാവൻകൂറിലെ ജനങ്ങൾ തന്നെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം എന്ന ആവശ്യവുമായി സ്ട്രൈക്ക് ആരംഭിക്കുകയും ജനങ്ങളുടെ ആ ഒരു പ്രഷർ കൊണ്ട് ട്രാവൻകൂർ കിങ്ങും ഇന്ത്യൻ യൂണിയനിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ തുടക്കത്തിൽ ഫസ്റ്റ് ഫേസിൽ മാറി നിന്നതുകൊണ്ടാകാം നമ്മുടെ പുസ്തകത്തിൽ ട്രാവൻകൂർ തന്നിരിക്കുന്നത്. പക്ഷേ ജുനഗഡ്, കശ്മീർ, ഹൈദരാബാദ് ഇത് 3 രാജ്യങ്ങൾ, ഈ 3 പ്രിൻസിലി സ്റ്റേറ്റിനെ ജോയിൻ ചെയ്യിക്കാനായിട്ട് മിലിറ്ററി ആക്ഷൻ തന്നെ വേണ്ടി വന്നു. പക്ഷേ ട്രാവൻകൂറിൻ്റെ കാര്യത്തിൽ മിലിറ്ററി ആക്ഷൻ വേണ്ടി വന്നില്ല. അവിടുത്തെ ജനങ്ങൾ തന്നെ സ്ട്രൈക്ക് ആരംഭിക്കുകയും രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാം അതിനുള്ള എഗ്രിമെൻ്റ് അദ്ദേഹം സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവിടെ മിലിറ്ററി ആക്ഷൻ്റെ ആവശ്യം വന്നില്ല. അതുകൊണ്ടായിരിക്കാം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇതിനു മുമ്പുള്ള ടെക്സ്റ്റുകളിലൊന്നും ട്രാവൻകൂറിൻ്റെ പേര് നമ്മൾ കണ്ടിട്ടില്ല. ജുനഗഡും കശ്മീരും ഹൈദരാബാദും അത് മിലിറ്ററി ആക്ഷൻ വേണ്ടി വന്നു ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ 4 പ്രിൻസിലി സ്റ്റേറ്റുകളെ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ജുനഗഡ്, കശ്മീർ, ട്രാവൻകൂർ ആൻഡ് ഹൈദരാബാദ്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ നമ്മുടെ ചലഞ്ചിലേക്ക് പോകാം. തേർഡ് വൺ എന്തായിരുന്നു? തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് പോർച്ചുഗീസ് ആൻഡ് ഫ്രഞ്ച് എൻക്ലേവ്സ് ഓർ ടെറിട്ടറീസ്. അതായത് ബ്രിട്ടീഷുകാരെ നമുക്ക് ഫ്രീഡം ഹാൻഡ് ഓവർ ചെയ്ത് 1947 ഇവിടുന്ന് അവർ മാറി അല്ലേ, ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പക്ഷേ അപ്പോഴും ചില പ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്ന 2 കൊളോണിയൽ നേഷൻസ് ആയിരുന്നു പോർച്ചുഗീസ് ആൻഡ് ഫ്രഞ്ച്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ ഏതാനും സ്ഥലങ്ങളുണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുടെ കയ്യിലും ഏതാനും സ്ഥലങ്ങളുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ടെറിട്ടറി വിട്ടുപോകാൻ തയ്യാറായില്ല. നമുക്ക് അവരെങ്ങനെയാണ് ആ സ്ഥലങ്ങൾ നമ്മൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ലിബറേഷൻ. ലിബറേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വതന്ത്രമാക്കുക. ഓഫ് ദ ഫ്രഞ്ച് പോർച്ചുഗീസ് എൻക്ലേവ്സ്. എൻക്ലേവ്സ് എന്ന് പറഞ്ഞാൽ ടെറിട്ടറീസ്. Even after India became independent from the British in 1947, some territories in the country remained under the control of foreign powers like the Portuguese and the French. Some territories in the country remained under the control of the foreign powers like Portuguese and French. Against this, mass protest intensified in the respective regions. ഇതിനെതിരായിട്ട് മാസ് പ്രൊട്ടസ്റ്റ്. എന്താണ് മാസ് പ്രൊട്ടസ്റ്റ്? ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ. ഇൻറ്റൻസിഫൈഡ്. അവിടെയുള്ള ജനങ്ങളെ, അതായത് ഈ ടെറിട്ടറികളിൽ ജീവിച്ചിരുന്ന ആളുകളെ ഞങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കണം, ഈ ഫ്രഞ്ച് പോർച്ചുഗീസ് അധിനിവേശം ഇനിയും പാടില്ല എന്നുള്ള ആവശ്യവുമായിട്ട് അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ട് അവിടെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നു. ഓക്കെ. സബ്സിക്വൻ്റ്ലി അതോടെ ഓണറിങ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഫ്രാൻസ് എഗ്രീഡ് ടു ലീവ് ഇന്ത്യ ഇൻ 1954. അപ്പോൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. ഇപ്പോൾ എത്ര വർഷങ്ങളാവുന്നു? ഏകദേശം ഒരു 7 years കൂടി ഫ്രഞ്ച് ഗവൺമെൻറ് ഇവിടെ അവരുടെ ചില ടെറിട്ടറിയൊക്കെ റൂൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് അത് ഓണർ ചെയ്തുകൊണ്ട് അതിനെ ബഹുമാനിച്ചു. ഇന്ത്യ ഗവൺമെൻറ് റിക്വസ്റ്റഡ് ദ ഫ്രഞ്ച് ഗവൺമെൻറ് ടു ഹാൻഡ് ഓവർ ദ പവർ ഓഫ് ദെയർ ടെറിട്ടറീസ്. Then what happened?
honoring the request of the government of India, the France agreed to leave India in 1954. അവർ വളരെ അന്തസ്സോടുകൂടി ഇന്ത്യ വിട്ടു പോയി. ഓക്കെ, then what happened to the Portuguese territories? The Portuguese refused to leave India. India government requested the Portuguese government also to hand over the power of their territories, but the Portuguese government, they refused to leave India. അവർ ഇന്ത്യ വിട്ടു പോകാനായിട്ട് തയ്യാറായില്ല. They refused the request of the government of India. Then what happened? The regions under the control of Portuguese were liberated through military operation. ഇന്ത്യ ഗവൺമെൻറ് ഉടനെ തന്നെ ആ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യൻ മിലിറ്ററിയെ പറഞ്ഞുവിടുകയും മിലിറ്ററി ഓപ്പറേഷനിലൂടെ പോർച്ചുഗീസ് ടെറിട്ടറീസ് ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. ദേ വെയർ ഓൾസോ മെർജ്ഡ് വിത്ത് ദ ഇന്ത്യൻ യൂണിയൻ ഇൻ 1961. പോർച്ചുഗീസുകാർ എത്ര നാണംകെട്ട പരിപാടിയാണ് നടത്തിയെന്ന് നോക്കിയേ. 54 ഫ്രാൻസ് അവരുടെ ടെറിട്ടറി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു പോയി. പക്ഷേ വീണ്ടും ഒരു 5 ഇയേഴ്സ് കൂടി പോർച്ചുഗീസ് ഗവൺമെൻറ് ഇവിടെ കിടന്നു. അവരെ അവസാനം മിലിറ്ററി ആക്ഷൻ എടുക്കേണ്ടി വന്നു. പോർച്ചുഗീസുകാരെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പോർച്ചുഗീസുകാരെ പോർച്ചുഗലിൽ നിന്നും ഒരു സൈന്യത്തെ ഇന്ത്യൻ ഭാഗത്തേക്ക് വിടുകയും ഗോവയിലേക്കൊക്കെ വിടുകയും അവിടെ അവർ എത്തുന്നതിന് മുമ്പേ സൂയസ് കനാലിൻ്റെ ഭാഗത്ത് വെച്ച് ഈജിപ്റ്റ്, നമുക്കറിയാം അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഈജിപ്റ്റ് ആ ഇടനാഴിയിലൂടെ കോറിഡോറിലൂടെ പോർച്ചുഗീസ് കപ്പലുകളെ കയറ്റി വിടാതെ അവിടെ തടയുകയും ചെയ്തു. അങ്ങനെ പോർച്ചുഗീസ് കപ്പലുകളെ ഈജിപ്റ്റ് അവിടെ തടഞ്ഞു വെച്ച സമയം കൊണ്ട് ഇന്ത്യൻ മിലിറ്ററി ഈ പ്രദേശങ്ങളിലേക്ക് കയറി അതിനെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് മെർജ് ചെയ്ത് കയറ്റി. അങ്ങനെ അവരെ തോൽപ്പിച്ചു. ഓക്കെ, അങ്ങനെ ഈജിപ്റ്റ് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്ത ഒരു വലിയ സംഭവമൊക്കെ ഈ ഒരു 1961 ഈ ലിബറേഷൻ്റെ ഭാഗത്ത് ഉണ്ടായി. അപ്പോൾ അതൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ വായിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും പോർച്ചുഗീസ് ഗവൺമെൻറ് നമ്മളുമായിട്ടൊരു യുദ്ധത്തിന് തന്നെ തയ്യാറായി. പക്ഷേ അതിനൊന്നും സാധിച്ചില്ല. കാരണം എന്താണ്? ഇന്ത്യയുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള രാജ്യമായിരുന്നു ഈജിപ്റ്റ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? സൂയസ് കനാലിൽ അവരെ തടഞ്ഞു. ഓക്കെ, അങ്ങനെ 1961 പോർച്ചുഗീസ് ടെറിട്ടറീസും ലിബറേറ്റഡായി. 1954 ഫ്രഞ്ച് പ്രദേശങ്ങളും ടെറിട്ടറീസും ലിബറേറ്റഡായി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ തേർഡ് വൺ ഇതായിരുന്നു, ലിബറേഷൻ ഓഫ് ഫ്രഞ്ച് ആൻഡ് പോർച്ചുഗീസ് എൻക്ലേവ്സ്. അതും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫ്രഞ്ചുകാരുടെ ടെറിട്ടറികൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ ആൻഡ് ചന്ദ്രനഗർ. ദീസ് വെയർ ദ ടെറിട്ടറീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രഞ്ച്. ഓക്കെ, ഇനി പോർച്ചുഗീസ് ടെറിട്ടറീസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. ഗോവ, ഡാമൻ, ഡിയു. ഗോവ, ഡാമൻ, ഡിയു. ഗോവയിൽ നമ്മളിപ്പോഴും വിസിറ്റേഴ്സായിട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം പോർച്ചുഗീസ് ആ ഒരു സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും ചർച്ചസും ഒക്കെയാണ് ഗോവയിൽ ഇപ്പോഴും ഉള്ളത്. കാരണം ഗോവ പോർച്ചുഗീസുകാരുടെ ഒരു വലിയ ഒരു ടെറിട്ടറി ആയിരുന്നു. അവരുടെ ഏറ്റവും കൂടുതൽ അവരുടെ ബിൽഡിങ്സും അവരുടെ ചർച്ചസും ഒക്കെയുള്ള ഒരു ഏരിയ ആയിരുന്നു ഗോവ. പിന്നീട് അവർക്കുണ്ടായിരുന്നത് ഡാമൻ, ഡിയു, ഇങ്ങനെ 2 ചെറിയ പ്രദേശങ്ങളൂടി പോർച്ചുഗീസ് ടെറിട്ടറികളായിരുന്നു. എന്നാൽ ഫ്രഞ്ചുകാരുടെ ടെറിട്ടറികൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ. ഇതെല്ലാം ചെറിയ ചെറിയ ദ്വീപുകളും ചെറിയ ചെറിയ പ്രദേശങ്ങളാണ്. നമുക്കറിയാം പുതുച്ചേരി എന്നാണ് പോണ്ടിച്ചേരിയുടെ പുതിയ പേര്, പുതുച്ചേരി എന്നാണ്. അങ്ങനെ എഴുതിയാലും കറക്റ്റാണ് കേട്ടോ, പുതുച്ചേരി. മാഹി നമുക്കറിയാം കേരളത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ടെറിട്ടറിയാണ് മാഹി. നമ്മുടെ മലബാർ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മാഹിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഫ്രഞ്ച് പ്രദേശമായിരുന്നു അന്നത്തെ കാലത്തെ. പിന്നെ യാനം, കാരക്കൽ ഇങ്ങനെയുള്ള ചില പ്രദേശങ്ങളും ഫ്രഞ്ചുകാരുടെ ടെറിട്ടറികളായിരുന്നു. അവർ 1954 അത് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാരുടെ ഗോവ, ഡാമൻ, ഡിയു ഒക്കെ ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ 1961 ഇന്ത്യൻ യൂണിയനിലേക്ക് മെർജ് ചെയ്തു. ഓക്കെ, നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ നമ്മുടെ മാപ്പിലൊന്ന് കാണാം. നിങ്ങൾ മാപ്പിലേക്ക് നോക്കുക. ഡാമൻ കണ്ടോ, ഡാമൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ പുതുച്ചേരി, പോണ്ടിച്ചേരി, ദെൻ യാനം കണ്ടല്ലോ എല്ലാവരും. മാഹി കേരളത്തിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ നോക്കുക. നമ്മുടെ കേരള നോക്കിക്കേ, അതിൻ്റെ അടുത്തായിട്ട് കണ്ടോ മാഹി, കണ്ടോ മാഹി. ദെൻ കാരക്കൽ, പുതുച്ചേരി, യാനം,
ഡാമൻ ഡിയു, ഡാമൻ ഡിയു കണ്ടോ എവിടെയാന്ന്, ഡാമൻ ഡിയു, ഗോവ. ഓക്കെ, ഈ പ്രദേശങ്ങളൊക്കെ ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അത് നമ്മുടെ ഓഷ്യൻ്റെ ഭാഗത്താണ് കാണുന്നത്. അത് അവരുടെ കയ്യിൽ അങ്ങനെ വർഷങ്ങളോളം ഇരുന്നു. ഓക്കെ, എല്ലാം തന്നെ സമുദ്രതീരത്താണ് കാണുന്നത് അല്ലേ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ചലഞ്ചിലേക്ക് പോകാം. വാട്ട് വെർ ദ മേജർ സ്റ്റെപ്സ് റിലേറ്റഡ് ടു ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്കറിയാം പ്രിൻസിലി സ്റ്റേറ്റുകളെ നമ്മളെ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും അവരുടെ VP മേനോൻ പ്ലാൻ ഉണ്ടാക്കി അവരതിനെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ ഒരു ഓർഗനൈസേഷൻ അവരുടെ ജോയിനിങ് ഒക്കെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ അതുകൊണ്ടായില്ല. ഓരോ പ്രിൻസിലി സ്റ്റേറ്റിലും പല ലാംഗ്വേജ് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊരു അത് അത്ര നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തേക്ക് വരുമ്പോൾ പല ലാംഗ്വേജ് സംസാരിക്കുന്ന പല മദർ ടങ് ഉള്ള ആളുകൾ ഒരേ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ചില കൺഫ്യൂഷൻസും കോൺട്രഡിക്ഷൻസും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ലാംഗ്വേജ് പറയുന്ന ആളുകൾക്ക് ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റുകളെ റീഓർഗനൈസ് ചെയ്യേണ്ടത് അന്നത്തെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു ചലഞ്ചായിരുന്നു. എങ്ങനെ നമ്മൾ റീഓർഗനൈസ് ചെയ്യും, അതിൻ്റെ മെത്തേഡ് എന്തായിരിക്കണം, എങ്ങനെ നമുക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വളരെ സക്സസ്ഫുള്ളി നമ്മൾ റീഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഏതാണ് റീഓർഗനൈസ് ചെയ്യുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു പ്രാവശ്യം നമ്മൾ പ്രിൻസിലി സ്റ്റേറ്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ചു, ഇന്ത്യയുടെ ടെറിട്ടറി എല്ലാം കംപ്ലീറ്റ് ആയി. അതുകൊണ്ടായില്ല, നമ്മൾ ആ ടെറിട്ടറികളെ ഒന്നുകൂടെ എന്ത് ചെയ്യണം, റീഓർഗനൈസ് ചെയ്യണം, ഒന്നുകൂടെ പൊളിച്ചെഴുതണം. അതിനെയാണ് റീഓർഗനൈസേഷൻ എന്ന് പറയുക. അത് എന്തിൻ്റെ ബേസിലായിരിക്കണം? ആ പൊളിച്ചെഴുത്ത് ലാംഗ്വേജിൻ്റെ ബേസിലായിരിക്കണം. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു, അതെങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്കൊന്ന് പഠിക്കാം. In 1948, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടി നെക്സ്റ്റ് ഇയർ, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അപ്പോയിൻറ്റഡ് എ ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് കമ്മീഷൻ അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് SK ധർ ടു സ്റ്റഡി ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റുകളെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ റീഓർഗനൈസ് ചെയ്യണമെന്നുള്ള ഒരു ഡിമാൻഡ് വന്നു. അതോടെ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കിയ അസംബ്ലിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? 1946 ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യക്ക് അധികാരം കൈമാറുമ്പോൾ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം, നമുക്കൊരു ഭരണഘടന ഉണ്ടാകണം. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. ആരായിരുന്നു ആ കമ്മീഷൻ്റെ ചെയർമാൻ? SK ധർ. SK ധറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ആ കമ്മീഷനോടെ അവരെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ പറ്റി സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. So in 1948, the Constituent Assembly appointed a Linguistic Provinces Commission under the chairmanship of SK ധർ to study the reorganization of states. നമുക്കറിയാം, ഇത്രയും വലിയൊരു രാജ്യത്തെ ഒരു പുതിയ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം അല്ലേ. എക്സ്പേർട്ടുകളെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാലേ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് SK ധറിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ഇൻ 1948, ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോയിൻറ്റഡ് JVP കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ ടു എക്സാമിൻ ആൻഡ് സബ്മിറ്റ് എ റിപ്പോർട്ട്. ഇതുകൂടാതെ അന്നത്തെ റൂളിംഗ് പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ, അവരായിരുന്നു അന്നത്തെ റൂളിംഗ് പാർട്ടി. ഈ റൂളിംഗ് പാർട്ടി എന്ത് ചെയ്തു? അവരെ JVP കമ്മിറ്റി എന്നുള്ള പേരിൽ ഇതേ റെക്കമെൻഡേഷന് വേണ്ടി ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. അതിൻ്റെ മെമ്പേഴ്സിൻ്റെ പേര് വെച്ചാണ് ആ കമ്മിറ്റിയുടെ പേര് JVP. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജെയും വല്ലഭായ് പട്ടേലിൻ്റെ വിയും പട്ടാഭി സീതാരാമയ്യയുടെ പിയും, അങ്ങനെയാണ് JVP. അതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ. ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡേഴ്സ് ആയിരുന്നു. ആ 3 ലീഡേഴ്സിനെ വെച്ചുകൊണ്ട് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടേതായ ഒരു കമ്മിറ്റിയെ സെയിം കാര്യത്തിന് വേണ്ടി തീരുമാനിച്ചു. സബ്മിറ്റ് എ റിപ്പോർട്ട് ഫോർ ആഫ്റ്റർ സ്റ്റഡിങ് ദേ ഓൾസോ സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. അപ്പോൾ അവരും ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും
ഒരു കമ്മീഷനെ വെച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു കമ്മീഷനെ നിയമിച്ചു. ഓക്കെ, ഇനിയുമാണ് വളരെ സാഡായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. എന്താണെന്ന് നോക്കിയേ, ഇൻ 1952 ഫോർ എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ്, അതായത് തെലുങ്ക് സ്പീക്കിംഗ് പീപ്പിൾ, ഫോർ തെലുങ്ക് സ്പീക്കിംഗ് പീപ്പിൾ, ദ പീപ്പിൾ ഓഫ് ആന്ധ്ര, ദേ ഡിമാൻഡ് എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ് ആൻഡ് പോട്ടി ശ്രീരാമലു അണ്ടർടുക്ക് എ ഹങ്കർ സ്ട്രൈക്ക് ആൻഡ് ഡൈഡ്. അപ്പോൾ ആന്ധ്രയിലെ അന്നത്തെ ഒരു പ്രമുഖ നേതാവായിരുന്ന പോട്ടി ശ്രീരാമലു എന്ന് പറയുന്ന ആളെ ആന്ധ്ര എന്ന സ്റ്റേറ്റ് സെപ്പറേറ്റ് വേണം എന്ന് പറഞ്ഞ് ഒരു ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങുകയും, എന്താണ് ഈ ഹങ്കർ സ്ട്രൈക്ക്? ഒരു ഫാസ്റ്റിംഗ്, ഭക്ഷണം കഴിക്കാതെയുള്ള ഒരു ഫാസ്റ്റിംഗ് ആരംഭിക്കുകയും ആ ഫാസ്റ്റിങ്ങിൽ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു സാഡ് സംഭവം നടന്നു. അപ്പോൾ ഈ റീഓർഗനൈസേഷൻ കമ്മീഷനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനൊരു സാഡ് ന്യൂസ് കൂടി വരുന്നത്. പോട്ടി ശ്രീരാമലു അതിൻ്റെ പേരിൽ മരണപ്പെട്ടു. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻ? ഇൻ 1953 ദ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു കമ്മീഷനെ വെച്ചിട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ വെച്ചിട്ടോ ഒന്നും കാര്യമില്ല, ഒരു കമ്മീഷനെ വെച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കമ്മീഷനെ യഥാർത്ഥത്തിൽ ഒഫീഷ്യലി നിയമിക്കേണ്ടത് ആരാണ്? ഇന്ത്യ ഗവൺമെൻറ്റാണ്. നോക്കിക്കേ, 1953 സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മീഷന് വിലയുണ്ടല്ലേ, കാരണം ഒരു പാർട്ടി വെക്കുന്നത് പോലോ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വെക്കുന്നത് പോലോ അല്ല, സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. അതാരൊക്കെയായിരുന്നു? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജസ്റ്റിസ് ഫസൽ അലി, ഇൻക്ലൂഡിംഗ് സർദാർ KM പണിക്കർ ആൻഡ് HN കുൻസ്രു. ഈ ഒരു 3 പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? ദ സെൻട്രൽ ഗവൺമെൻറ്. അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്തത്. ഫസൽ അലി കമ്മീഷൻ എന്നാണ് ഈ കമ്മീഷൻ്റെ പേര്. അവരുടെ ജോലി എന്താണ്? അവരെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ടു സ്റ്റഡി ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആൻഡ് റെക്കമെൻഡേഷൻ ആൻഡ് റിപ്പോർട്ട് ആൻഡ് സബ്മിറ്റ് എ റിപ്പോർട്ട്. അതായിരുന്നു അവരുടെ ജോലി. ആരൊക്കെയായിരുന്നു ഈ 3 പേര്? ഫസൽ അലി and Sardar KM Panikkar and HN Kunsru. Then the parliament passed, they submit the report, then the parliament passed state reorganization bill. നമുക്കറിയാം, ഏതൊരു പുതിയ കാര്യം വരണമെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൽ ഒരു ബില്ലുണ്ടാകണം, പാർലമെൻറ്റിൽ ഒരു ആക്ട് ഉണ്ടാകണം. 1956 ഇവരുടെ റിപ്പോർട്ട് കിട്ടുകയും പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കുകയും ചെയ്തു. എന്തായിരുന്നു ആ ബില്ലിൻ്റെ പേര്? ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ലെന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ്റെ എല്ലാം പേര് എന്ത് തന്നെയാണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അതിനെ സംബന്ധിച്ചുള്ള ബില്ലിൻ്റെ പേരെന്താണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല്. എന്നാണ് ആ ബില്ല് കൊണ്ടുവന്നത്? 56. ഇത് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് എന്താണ് എളുപ്പം? നമ്മുടെ കേരളത്തിൻ്റെ പിറവിയൊക്കെ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 1956 നവംബർ 1 നിങ്ങൾക്കറിയാം. ആ 56 തന്നെയാണ് സംഭവം. ഓക്കെ, 14 ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ്. ഇപ്പോൾ റെക്കമെൻഡേഷൻ അനുസരിച്ച് അന്ന് 14 ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളായി, അതായത് ഓരോ ഭാഷ പറയുന്ന ആളുകൾക്ക് വേണ്ടി 14 സ്റ്റേറ്റുകളും ബാക്കി സ്ഥലങ്ങളെ 6 യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള 6 യൂണിയൻ ടെറിട്ടറീസുമായിട്ട് നിലവിൽ വന്നത് നവംബർ 1, 1956. അതുപ്രകാരമാണ് കേരളവും നവംബർ 1, 1956 നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ബർത്ത്ഡേ എന്നാന്ന് ചോദിച്ചാൽ നവംബർ 1. ഇയർ ഏതാണ്? 1956. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല് വന്നത് എന്നാണ്? 1956. അങ്ങനെ എത്ര സ്റ്റേറ്റുകളാണ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അന്ന് നിലവിൽ വന്നത്? 14 സ്റ്റേറ്റുകളാണ്. 14. വീണ്ടും നമുക്കറിയാം, ഇന്നിപ്പോൾ നമുക്ക് 28 സ്റ്റേറ്റുകളുണ്ട്. അത് വീണ്ടും ഈ 14 സ്റ്റേറ്റുകളെ വീണ്ടും ഡിവൈഡ് ചെയ്തുണ്ടായി പിന്നീട് സംഭവിച്ചതാണ്. പക്ഷേ അറ്റ് ദ ബിഗിനിങ് എത്ര സ്റ്റേറ്റുകളെ ഉള്ളായിരുന്നു? ലിംഗ്വിസ്റ്റിക് ബേസിസിൽ 14 സ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു നോക്കിയേ. ഇതിനകത്തുനിന്ന് ഷോർട്ട് ആൻസേഴ്സ് വരും കേട്ടോ. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ഫസൽ അലി കമ്മീഷനാണ്. പണിക്കർ, KM പണിക്കർ, HN കുൻസ്രു. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഉണ്ടായി. 48 2 കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. SK ഡർ കമ്മീഷനും അതുപോലെ തന്നെ JVP കമ്മിറ്റി. വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് വെച്ച കമ്മിറ്റിയാണ് ഫസൽ അലി കമ്മീഷൻ. ഓക്കെ,
ഇത് കണ്ടോ, ഫസൽ അലി കമ്മീഷനിലെ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അവരവരുടെ റിപ്പോർട്ട് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. ഫസൽ അലി കമ്മീഷൻ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഫസൽ അലി കമ്മീഷൻ. ഇവരായിരുന്നു ഒഫീഷ്യൽ കമ്മീഷൻ. ഇവരുടെ റെക്കമെൻഡേഷനാണ് അവസാനം ഇന്ത്യ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുകയും അതനുസരിച്ചാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുകയും ചെയ്തത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് KN പണിക്കറെ കാണാം, HN കുൻസ്രുവിനെ കാണാം, ഫസൽ അലിയെ കാണാം. ഓക്കെ, ഇതാണ് പട്ടാഭി സീതാരാമയ്യ. ഈ കോൺഗ്രസ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത കമ്മീഷനിൽ ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിൻ്റെ കൂടെ പട്ടാഭി സീതാരാമയ്യയും ജോയിൻ ചെയ്തു. JVP കമ്മിറ്റി എന്നായിരുന്നു ആ കമ്മിറ്റിയുടെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ പട്ടാഭി സീതാരാമയ്യയുടെ പിക്ചർ മാത്രം ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് 2 ചലഞ്ചസ് കൂടി പഠിക്കാനുണ്ട്. അതെന്തൊക്കെയായിരുന്നു? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഇക്കോണമി, തകർന്നു കിടന്ന ഇന്ത്യൻ ഇക്കോണമിയെ നമ്മുടെ അറ്റ് ദ ബിഗിനിങ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നെന്നുള്ള 5th വൺ പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു ഫോറിൻ പോളിസി എങ്ങനെ ഫോർമുലേറ്റ് ചെയ്തു, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി നമ്മൾ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്തു എന്നുള്ള കാര്യവും നമുക്കിനി പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേ അത് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ